ഹരേ കൃഷ്ണ. ഞാനിന്ന് നിങ്ങളോട് ഭാഗവതത്തിൻ്റെ കാര്യം ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഭാഗവതം? ഭാഗവതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള കഥകളും ജീവിതഗന്ധിയായ കഥകളും കഥാസന്ദർഭങ്ങളും ഒക്കെ വിശദീകരിച്ച് നമ്മളെ കേൾപ്പിച്ച്, അതായത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തരുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ വ്യാസമഹർഷിയാണ് ആ ഭാഗവത ഗ്രന്ഥം സംസ്കൃതത്തിൽ രചിച്ചിരിക്കുന്നത്. അതിന് ശേഷം നമ്മളെ മലയാളത്തിലെ പ്രമുഖ പല മഹാരഥന്മാരും കൂടി ആണ് അതിനെ പറ്റിയിട്ടുള്ള നമ്മളോട് കൂടുതൽ ഓരോ വരിയുടെയും അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി ആദ്യം പദ്യരൂപത്തിലും പിന്നീട് ഗദ്യരൂപത്തിലും നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത്. അപ്പോൾ ആ ശ്രവണത്തിനാണ് നമ്മൾ ഭാഗവത സപ്താഹം 7 ദിവസം കൊണ്ടാണ് ഭാഗവത സപ്താഹം നടത്തുക. മഹാഭാഗവതം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുരുവായൂരപ്പനെയാണ് എപ്പോഴും ചിന്തിക്കുക. നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഗുരുവായൂരപ്പനാണ്. അപ്പോൾ ഈ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഈ സപ്താഹത്തിനുമായി അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം ഇവിടെ ഗുരുവായൂർ വെച്ചിട്ടാണ് ആദ്യം തന്നെ മലയാളത്തിൽ ആ സപ്താഹ കഥ ഇവിടെയുള്ള ഭക്തരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഉണ്ടായതും ഭക്തരിലേക്ക് എത്തിച്ചതും. അത് മലബാറിലെ ഏറ്റവും ധനാഢ്യനായ ആ കൂടല്ലൂർ മനക്കലെ കുഞ്ഞിക്കാവ് തമ്പുരാനാണ് ആദ്യമായി ഗുരുവായൂർ ആ കൂത്തമ്പലത്തിൽ വെച്ചിട്ടാണ് ഭാഗവതം വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുത്തത്. ധാരാളം ഭക്തന്മാർ അത് കേൾക്കാനായി വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്താ വെച്ചാൽ ആ കണ്ണൻ്റെ ഓരോ കഥകളും കേൾക്കാനായി ഗുരുവായൂരപ്പൻ തന്നെ ആ ഭക്തരിൽ വന്ന് കേൾക്കാറുണ്ട്, എത്തിച്ചേരാറുണ്ട്. അദ്ദേഹം അതിനു വേണ്ടി തയ്യാറെടുക്കാറുണ്ട് എന്നുള്ളത്. ആ കഥകളിങ്ങനെ പറയുമ്പോൾ തൻ്റെ തന്നെ കഥകളായ അത് കേൾക്കാൻ ഗുരുവായൂരപ്പൻ വന്നിരിക്കും എന്ന് പറഞ്ഞാൽ അത് അതിവിശേഷമാണല്ലോ. അപ്പോൾ അങ്ങനെ വന്നിരുന്നു എന്നാണ് പഴമക്കാരൊക്കെ പറയുന്നത്. പിന്നീട് രണ്ടാമതായത് വേറൊരു മലയാളി, നമ്മളെ കൊല്ലങ്കോട് ഗോപാലൻ നായർ എന്ന് പറയുന്ന പണ്ഡിറ്റ് ബി ഗോപാലൻ നായർ, വളരെ മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹമാണ് ഇവിടെ രണ്ടാമതായിട്ട് ഗുരുവായൂരിൽ സപ്താഹം നടത്തിയിരുന്നത്. ആ സപ്താഹം നടത്താൻ അദ്ദേഹത്തിന് അന്ന് അനുമതി ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഇപ്പോൾ കാണുന്ന അയ്യപ്പ ക്ഷേത്രത്തിന് അടുത്തായിട്ട് അദ്ദേഹം ഇങ്ങനെ കൂടിയിരുന്ന് കുറച്ചാളുകളെ ഇതിങ്ങനെ പറഞ്ഞ് ഭാഗവതം ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് ആ ഭാഗവതം ഇങ്ങനെ നടത്തിയത്. ആദ്യമൊന്നും ദേവസ്വമൊന്നും അതിന് അനുമതി കൊടുത്തിരുന്നില്ല. പിന്നീടാണ് അതിന് അനുമതി കൊടുത്തത് അദ്ദേഹത്തിന്. അദ്ദേഹം 50 വയസ്സിന് ശേഷം ഈ ഗുരുവായൂർ തന്നെയാണ് താമസിച്ചിരുന്നത്. മഹാപണ്ഡിതനായിരുന്നു. ശരിക്കും ആ ഒരു കഥയാണ് ഇന്നിപ്പോൾ 8 വോളിയത്തിലായിട്ട് 1500 രൂപ അടിസ്ഥാന വിലയായിട്ട് നമുക്ക് കിട്ടുന്നത്. ഭാഗവത സപ്താഹത്തിന് ഉപയോഗിക്കുന്ന ഇന്നത്തെ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഗ്രന്ഥം. അദ്ദേഹം അന്ന് അഹസ് വഴിപാടൊക്കെ നടത്തിയിട്ട് അയ്യപ്പൻ്റെ നടയിലൊക്കെ വെച്ച് ഈ സപ്താഹം വായിച്ച് കേൾപ്പിക്കുമ്പോൾ അതിനുശേഷം ദേവസ്വം പറഞ്ഞിട്ടാണ് പണ്ട് ഉണ്ടായിരുന്ന ഊട്ടുപുര, അതായത് ഇന്നത്തെ ചോറ് കൊടുക്കുന്ന കുളപ്പുര മാളികയിലാണ് വെച്ചിട്ട് സപ്താഹം നടത്തിയിരുന്നത്. പിന്നീട് മൂന്നാമതായിട്ട് വന്നതാണ് വാഴക്കുന്നം വാസുദേവൻ നമ്പൂതിരി.
അദ്ദേഹം ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, മുംബൈയിലൊക്കെ വലിയ പരിപാടിയായിട്ട് മലയാളികളെയൊക്കെ എല്ലാവരും വിളിച്ച് ഇരുത്തി വളരെ വലിയ സദസ്സിൽ സപ്താഹം നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഭാഗവതത്തിലെ കൃഷ്ണനെ ഗുരുവായൂരിലെ കണ്ണനായിട്ട് തന്നെയാണ് ഇതിൽ അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് നാലാമത്തെയാണ് നമ്മുടെ ആഞ്ഞം മാധവൻ നമ്പൂതിരി, അതുപോലെ തോട്ടം വാസുദേവൻ നമ്പൂതിരി, കോട്ടൂർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, തട്ടയൂര്, താമരശ്ശേരി, അങ്ങനെയൊക്കെ ഉള്ള വളരെ പ്രശസ്തരായ ആളുകൾ അതിൻ്റെ ഇന്നത്തെ രൂപത്തിലേക്ക് മൊഴിമാറ്റമൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഭാഗവത സപ്താഹം, ഇന്ന് കേൾക്കുന്ന ഭാഗവത സപ്താഹങ്ങൾ നടക്കുന്നത്. 7 ദിവസം വായിക്കുന്നത് കൊണ്ടാണ് ഈ സപ്താഹം എന്ന് പറയുന്നത്. അതിൻ്റെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ തലേ ദിവസം തന്നെ ഉച്ചയോട് കൂടിയിട്ട് ഭാഗവത മാഹാത്മ്യം പാരായണം ചെയ്യും. അതിന് ശേഷമാണ് സപ്താഹം തുടങ്ങുക. അപ്പോൾ ഈ മാഹാത്മ്യം കേട്ടതിന് ശേഷമാണ് സപ്താഹ പാരായണം തുടങ്ങുക. ഇപ്പോൾ പിന്നെ നാരായണീയ സപ്താഹം ഒക്കെ ഉണ്ട്. എന്നാലും ഭാഗവത സപ്താഹത്തിന് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ എല്ലാവർക്കും അതിനെ പറ്റിയിട്ടുള്ള നമ്മളെ ഗുരുവായൂരിൽ തന്നെയാണ് ഭാഗവതം തുടങ്ങിയത്, ഭാഗവത സപ്താഹം തുടങ്ങിയത് എന്നുള്ള അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവരും ഇഷ്ടമായിച്ച ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഹരേ കൃഷ്ണ.